ഹായ് ഓൾ, വെൽക്കം ടു സൈലം ടെക്നിക്കൽ ഓൺലി ഫോർ എഞ്ചിനീയേഴ്സ്. 1 year സ്റ്റഡി പ്ലാന്റെ ഭാഗമായിട്ട് വീക്ക് 5 സർവേ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഈ ഒരു വീക്കിൽ നമ്മൾ പഠിക്കേണ്ട അല്ലെങ്കിൽ റിവൈസ് ചെയ്യുന്ന ടോപ്പിക് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ടാക്യോമെട്രി ആണ്, കർവുകൾ ഉണ്ട്, ഏരിയ ആൻഡ് വോളിയം കാൽക്കുലേഷൻ ഉണ്ട്. അതിന്റെ കൂടെ തന്നെ മോഡേൺ ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ മോഡേൺ സർവേയും കൂടി നമ്മൾ പഠിക്കുന്നുണ്ട്. ഓൾറെഡി ടാക്യോമെട്രിയിലെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു സെഷനിൽ കർവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യം നിങ്ങൾ പറഞ്ഞു തരേണ്ടത് വാട്ട് യു മീൻ ബൈ കർവ് ആണ്, അല്ലെങ്കിൽ എപ്പോഴാണ് കർവ് നമ്മൾ ഉപയോഗിക്കുന്നത്, എന്താണ് കർവിന്റെ ഡെഫിനിഷൻ, എപ്പോഴാണ് കർവ് ഉപയോഗിക്കുന്നത് പറയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് അതിന്റെ ഡെഫിനിഷൻ പറയാൻ ഒരു രസം ഉണ്ടാവുള്ളൂ. നോക്കിയേ, ലെറ്റ്സ് സേ നമുക്കൊരു ഹൈവേ അവൈലബിൾ ആണ്, അത് ഈ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. ആൻഡ് തീർച്ചയായിട്ടും ഒരിക്കലും ഹൈവേ നേരെ ആയിരിക്കില്ല, വളവും തിരിവുകളും കാണും, അല്ലെങ്കിൽ ഡയറക്ഷനിൽ ചേഞ്ച് വരുത്തേണ്ട ആവശ്യമുണ്ടാവും. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഹൈവേ പെട്ടെന്ന് ഇങ്ങോട്ട് ഡൈവേർട്ട് ചെയ്യുകയാണ്. സോ ദർ ഇസ് എ ചേഞ്ച് ഇൻ ഡയറക്ഷൻ എന്നാണ് അറിയേണ്ടത്. ദർ ഇസ് എ ചേഞ്ച് ഇൻ ഡയറക്ഷൻ. നിങ്ങൾ നോക്കിയേ, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ട് ടേൺ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റൈഡിങ് ഡിസ്കംഫർട്ടബിലിറ്റി ആണ്, ഒരു രസമില്ലാത്ത പരിപാടിയാണ്. ഈ പറയുന്ന ചേഞ്ച് ഇൻ ഡയറക്ഷൻ സ്മൂത്ത് ആക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ചേഞ്ച് ഇൻ ഡയറക്ഷൻ സ്മൂത്ത് ആക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇവിടെ ഒരു കർവ് പ്രൊവൈഡ് ചെയ്യാം. അത് തന്നെയാണ് കർവിന്റെ മെയിൻ ഉദ്ദേശവും. സോ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് കർവ് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ഫോർ ദ സ്മൂത്ത് ചേഞ്ച് ഇൻ ഡയറക്ഷൻ ആണ്. ഫോർ ദ സ്മൂത്ത് ചേഞ്ച് ഇൻ ഡയറക്ഷൻ. അത് എവിടെ വേണേ ആവാം, അത് ഹൈവേ മാത്രമല്ല, റെയിൽവേ ട്രാക്ക് ആവാം, കനാൽ ആവാം. ഓക്കെ, ഇങ്ങനെ ലെങ്തി ആയിട്ടുള്ള ചേഞ്ച് ഇൻ ഡയറക്ഷൻ വരുന്ന ഏതൊരു സിറ്റുവേഷനിലും യു ബെറ്റർ പ്രൊവൈഡ് എ കർവ് ആണ്. ഇതാണ് ഒന്നാമത്തെ ഉദ്ദേശം. എന്താണ്? when there is a change in direction നമുക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യാം? we can provide a curve ആണ്. രണ്ടാമത്തെ സിറ്റുവേഷൻ നോക്കിയേ, സെയിം സംഭവമാണ്, വേറെ വേറെ പ്രഹസനങ്ങളാണ്. സെയിം സംഭവം, വേറെ വേറെ പ്രഹസനങ്ങളാണ്. when there is a change in elevation ആണ്. യെസ്, അവിടെയും നമുക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യാം? അവിടെയും നമുക്ക് കർവുകൾ പ്രൊവൈഡ് ചെയ്യാം. ഫിഗർ വരച്ച് നോക്കുകയാണെങ്കിൽ ഇതാണ് ഒരു എലിവേഷൻ കാണിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ലെവൽ കാണിച്ചിരിക്കുന്നത്. ഇതാണ് രണ്ടാമത്തെ ലെവൽ. ഈ ഒരു ലെവലിൽ നിന്നും അടുത്ത ലെവലിലേക്ക് ചേഞ്ച് ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യാം? യു ക്യാൻ പ്രൊവൈഡ് എ കർവ് ആണ്. ക്ലിയർ അല്ലേ? എന്ത് ടൈപ്പ് കർവ് എന്നുള്ളത് പിന്നെ പറയാം. ഇപ്പോ ഇഫ് ദർ ഇസ് എ ചേഞ്ച് ഇൻ എലിവേഷൻ, യെസ് വി ക്യാൻ ഡെഫിനറ്റ്ലി പ്രൊവൈഡ് എ കർവ് ആണ്. ഇതേപോലെ മൂന്നാമത്തെ സിറ്റുവേഷൻ, when there is an obstruction in the path ആണ്. when there is an obstruction in the path ആണ്. ഓക്കെ, നമ്മൾ പോകുന്ന വഴിയിൽ എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ അവിടെയും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന എന്താണ്? കൈൻഡ് ഓഫ് കർവ് ആണ്. ഫോർ എക്സാമ്പിൾ പറയാണ്, ഹൈവേന്റെ കേസിൽ തന്നെ പറയാം, ഇതാണ് നമ്മുടെ റോഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് ഈ പോകുന്ന വഴിയിൽ ഇവിടെ നമുക്ക് പൊളിച്ചു നീക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ മാറ്റി നിർത്താൻ പറ്റാത്ത എന്തെങ്കിലും കൈൻഡ് ഓഫ് ഒബ്സ്ട്രക്ഷൻ ഉണ്ടെന്ന് വെച്ചോ. അവിടെ ഒരു അമ്പലമാവാം, ഒരു പള്ളിയാവാം, ഒരു ശവപ്പറമ്പാവാം, അല്ലെങ്കിൽ വീട് പൊളിക്കൂല എന്ന് മസിൽ പിടിച്ച് നിൽക്കുന്ന വേറെ ഏതെങ്കിലും ചങ്ങായാവാം. ഓക്കെ അല്ലെ? ആ കാരണം കൊണ്ട് റോഡ് അയാളുടെ പുരേന്റെ ഉള്ളിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൊണ്ടുപോകാൻ പറ്റില്ല. വി ഹാവ് ടു പ്രൊവൈഡ് എ കർവ്. ഓക്കെ, സോ ഈ ഒരു അവസരത്തിൽ നമുക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യാം? നമുക്ക് കർവ് പ്രൊവൈഡ് ചെയ്യാം. ഇഫ് ദർ ഈസ് എൻ ഒബ്സ്ട്രക്ഷൻ, റിമൂവ് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഒബ്സ്ട്രക്ഷൻ, അത് വേണമെങ്കിൽ ഒരു ഹില്ലാവാം. ടണലിംഗ് കാശ് കൂടുതലായതുകൊണ്ട് ഇറ്റ് ഈസ് ബെറ്റർ യു പ്രൊവൈഡ് എ കർവ് ആണ്. അങ്ങനെയുള്ള പല സിറ്റുവേഷനും ആയിക്കോട്ടെ, സിറ്റുവേഷൻ എന്തോ ആയിക്കോട്ടെ, മനസ്സിലാക്കുക. നാളെ ഓപ്ഷനിൽ there is an obstruction in the path, there is a change in direction, there is a change in elevation എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെ നമുക്ക് കർവ് പ്രൊവൈഡ് ചെയ്യും. ഇനി അടുത്ത ഡെഫിനിഷൻ പറയുന്നതിന് മുമ്പ് നമുക്ക് ടൈപ്സ് ഓഫ് കർവുകൾ ഏതൊക്കെയാണ് അറിയണം. ടൈപ്സ് ഓഫ് കർവ് ആണ്. യെസ്, ടൈപ്സ് ഓഫ് കർവ് ഏതൊക്കെയാണ് നോക്കിയാൽ, ഫസ്റ്റ് വൺ ഈസ് സിമ്പിൾ കർവ് ആണ്. സിമ്പിൾ കർവ് സിമ്പിൾ ആണ്, അതുകൊണ്ടാണ് അതിന് സിമ്പിൾ കർവ് എന്ന് പറയുന്നത്. അങ്ങനെയല്ല പറയേണ്ടത്. ഈ കർവിന്റെ പ്രത്യേകത എന്താണ്? നിങ്ങൾ ഈ കർവിന്റെ ഏതൊരു പോയിന്റിൽ നിന്നും, യു ക്യാൻ ടേക്ക് എനി പോയിന്റ്, ഏതെങ്കിലും പോയിന്റ് എടുത്തോളൂ, നിങ്ങൾക്ക് തോന്നുന്നത് പോലെ ഏത് പോയിന്റും എടുക്കാം. എല്ലാ പോയിന്റിൽ നിന്നും നിങ്ങൾ സെന്ററിലേക്ക് ഡിസ്റ്റൻസ് മെഷർ ചെയ്യുകയാണെങ്കിൽ, കർവല്ലേ, ആ കർവിന് എന്തായാലും സെന്റർ ഉണ്ടാവും. ഏത് കർവായാലും വേണ്ടിയില്ല, അതിനൊരു സെന്റർ ഉണ്ടാവും. ഈ കാണിക്കുന്ന കർവിന്റെ ഏത് പോയിന്റിൽ നിന്നും, ഫ്രം എനി പോയിന്റ് ടു ദ സെന്റർ, നിങ്ങൾ ഡിസ്റ്റൻസ് ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ അത് ഈക്വൽ ആയിരിക്കും. ഈ കാണിച്ചിരിക്കുന്ന എല്ലാ ഡിസ്റ്റൻസും എന്താണ്?
ഈക്വൽ ആയിരിക്കും, യാതൊരു സംശയവും ഇല്ല. ഓൾ ദിസ് ഡിസ്റ്റൻസ് വിൽ ബി സെയിം. ഓൾ ദിസ് ഡിസ്റ്റൻസ് വിൽ ബി സെയിം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇതെല്ലാം ആ കർവിന്റെ റേഡിയസ് ആകുന്നു എന്ന് പറയാം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ആ കർവിന്റെ റേഡിയസ് ആണ് അതെല്ലാം. So simple curve is a kind of curve where the distance from any point on the curve to the center, the distance from any point on the curve to the center is same. അതായത് അതെല്ലാം റേഡിയസ് ആണ് എന്ന് പറയുന്നത് കൂടെ തന്നെ മറ്റൊരു രീതി പറയാം. ഇനിയും രീതികളുണ്ട്. ഈ പറയുന്ന സിമ്പിൾ കർവ് ഈസ് എ പാർട്ട് ഓഫ് എ സർക്കിൾ ആണ്. വലിയ ഒരു സർക്കിളിന്റെ ഭാഗമാകാൻ അല്ലെങ്കിൽ ഭാഗമായ ഒരു സാധനം, ഒരു കർവിനെ നമ്മൾ എന്ത് പറയും? സിമ്പിൾ കർവ് എന്ന് പറയും അല്ലെ. ഒരു സർക്കിളിന്റെ റേഡിയസ് സെയിം ആയിരിക്കില്ലേ? ഒരു സർക്കിളിന്റെ റേഡിയസ് സെയിം ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്. ഈ പറയുന്ന സിമ്പിൾ കർവ്, ഈ കാണിച്ചിരിക്കുന്ന സിമ്പിൾ കർവ് ഈസ് എ പാർട്ട് ഓഫ് എ സർക്കിൾ ആണ്. ഓക്കെ, ഞാൻ സർക്കിൾ വരച്ചാൽ പേജിന്റെ പുറത്തു പോകും, അതുകൊണ്ടാണ് മുഴുവൻ വരയ്ക്കാത്തത്. സോ ഡെഫിനിഷൻ രണ്ട് രീതിയിൽ പറയാം. ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് കർവ് where the distance from any point on the curve to the center are same, or it is a curve which is a part of circle. It is a curve which is a part of circle ആണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ഡീൽ ചെയ്യാനുള്ളതും കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുള്ളതും സിമ്പിൾ കർവിലാണ്. ഏറ്റവും കൂടുതൽ ഡീൽ ചെയ്യാനുള്ളതും കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുള്ളതും സിമ്പിൾ കർവിലാണ്. സെക്കൻഡ് വൺ നോക്കിയേ. സെക്കൻഡ് വൺ ഈസ് കോമ്പൗണ്ട് കർവ് ആണ്. ഇറ്റ് ഈസ് ടേംഡ് ആസ് കോമ്പൗണ്ട് കർവ്. എന്താണ് കോമ്പൗണ്ട് കർവ്? നോക്കിയേ, വളരെ സിമ്പിൾ ലാംഗ്വേജിൽ പറയാം. ആദ്യം റോഡ് ഇങ്ങനെയാണ് പോയത്, പിന്നെ അത് ഇങ്ങോട്ട് ഡൈവേർട്ട് ചെയ്തു, പിന്നെ അത് ഇങ്ങനെ ഡൈവേർട്ട് ചെയ്തു. സോ ഒരുപാട് ഡീവിയേഷൻസ് കാണാൻ പറ്റുന്നുണ്ട് നമുക്ക്. യെസ്, ഇവിടെ എല്ലാം നമ്മൾ കർവ് പ്രൊവൈഡ് ചെയ്യണം. ആദ്യം നിങ്ങൾ പ്രൊവൈഡ് ചെയ്ത കർവ് ദാ ഈ കർവാണ്. ഓക്കെ, ദ ഇനീഷ്യൽ കർവ് പ്രൊവൈഡഡ് 1 നിന്നും 2 എന്ന് പറയുന്ന ഡയറക്ഷനിൽ ചെയ്തപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്ത കർവ് ഇതാണ്. ആൻഡ് 2 നിന്നും 3 ചേഞ്ച് വന്നപ്പോൾ ഇതാണ് 3 എന്ന് പറയുന്ന ഡയറക്ഷൻ, ഇതാണ് 3 എന്ന് പറയുന്ന ഡയറക്ഷൻ. 2 നിന്നും 3 എന്ന് പറയുന്ന ഡയറക്ഷൻ ചേഞ്ച് വന്നപ്പോൾ നിങ്ങൾ പ്രൊവൈഡ് ചെയ്ത കർവ് ഇത്തരത്തിലുള്ള കർവാണ്. രണ്ടും വേറെ വേറെ കർവുകളാണ്. കോമ്പൗണ്ട് കർവ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് 2 or more simple curve. Compound curve is a combination of 2 or more simple curve. Yes, which is having the center on the same side ആണ്. Which is having the center on the same side ആണ്. നിങ്ങൾക്ക് ഇവിടെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഒരു പച്ച കളറിൽ കർവ് വരച്ചിട്ടുണ്ട്. യെസ്, പച്ച കളറിൽ ഒരു കർവ് വരച്ചിട്ടുണ്ട്. അതേപോലെ മഞ്ഞ കളറിൽ നമുക്ക് കാണാം. യെസ്, there is a curve in the yellow color also. ഈ പറയുന്ന രണ്ട് കർവിനും സെന്റർ വേറെ വേറെയാണ്. ഇതാണ് ഒന്നിന്റെ O1 എന്ന് പറയുന്നത്. യെസ്, ഇതാണ് അടുത്ത സെന്റർ, ദാറ്റ് ഈസ് termed as O2 ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ റേഡിയസ് R2 എന്ന് പറയാം. യെസ്, ഫസ്റ്റ് വരച്ചിരിക്കുന്ന കർവിന്റെ R1 ആണ് റേഡിയസ് എന്ന് പറയുന്നത്. വേറെ വേറെ ഒന്നിൽ കൂടുതൽ സിമ്പിൾ കർവുകളുടെ കോമ്പിനേഷനെ കോമ്പൗണ്ട് കർവ് എന്ന് പറയുകയും അവരുടെ സെന്ററുകൾ the center of those curve lies on the same side. ഒരേ സൈഡിലാണ് സെന്ററുകൾ ലേ ചെയ്യുന്നത് about a common tangent. ഇവിടെ രണ്ട് കർവുകൾ കാണാം. ഒന്നാമത്തെ കർവ് ഇതാണ് ഒന്നാമത്തെ കർവ്, ഇതാണ് രണ്ടാമത്തെ കർവ്. ഈ രണ്ട് കർവിനും കോമൺ ടാൻജന്റ് ഏതാണ്? 2 എന്ന് പറയുന്ന ഈ ലൈന് അവരുടെ കോമൺ ടാൻജന്റ് ആണ്. ദിസ് ഈസ് ദ കോമൺ ടാൻജന്റ്. ഓക്കെ, ദിസ് ഈസ് ദ കോമൺ ടാൻജന്റ് ആണ്. ആവർത്തിക്കാം ഡെഫിനിഷൻ ഒരിക്കൽ കൂടി. കോമ്പൗണ്ട് കർവ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് 2 or more simple curve with the centers on the same side of a common tangent. With the center on the same side, അല്ലെ, ഒരേ സൈഡിലാണ് സെന്റർ, about a common tangent. അത് പറയാൻ കാരണം മൂന്നാമത്തെ കർവ് നമ്മൾ പറയുമ്പോൾ ഡെഫിനിഷനിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഇറ്റ് ഈസ് ടേംഡ് ആസ് റിവേഴ്സ് കർവ്. ഇതിനെയാണ് റിവേഴ്സ് കർവ്, അല്ലെങ്കിൽ ഇതിനെ സർപ്പന്റൈൻ എന്നും പറയാറുണ്ട് നാട്ടില്. ഇതൊക്കെ നമ്മുടെ എക്സാമിന് വന്ന ചോദ്യമാണ്. എന്താണ് സംഭവം ചോദിച്ചാൽ, നോക്കിയേ, ആദ്യം ഡയറക്ഷൻ ഇങ്ങോട്ടായിരുന്നു, ഇങ്ങനെയാണ് ഡീവിയേഷൻ. ഇവിടുന്ന് മാറി അത് പിന്നെ ഇങ്ങനെയായി, പിന്നെ മാറി അത് ഇങ്ങനെയായി. ഇത്തരത്തിലാണ് ഡയറക്ഷനിൽ ചേഞ്ച് കാണപ്പെടുന്നതെങ്കിൽ ഈ ഒരു അവസരത്തിലും നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യണം? നിർബന്ധമായിട്ടും കർവ് പ്രൊവൈഡ് ചെയ്യണം. സോ ആദ്യം പ്രൊവൈഡ് ചെയ്ത കർവാണ് കാണിച്ചിരിക്കുന്നത്. ഇതാണ് ആദ്യത്തെ ഡീവിയേഷന് വേണ്ടി പ്രൊവൈഡ് ചെയ്ത കർവ്. യെസ്, രണ്ടാമത്തെ ഡീവിയേഷന് വേണ്ടി ഇതിന്റെ കണ്ടിന്യൂവേഷൻ തന്നെയായിട്ടാണ് അടുത്ത കർവ് കാണിച്ചിരിക്കുന്നത്. രണ്ട് കർവുകൾ കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നില്ലേ? ഇവിടെ നിങ്ങൾ സെന്റർ ഒന്ന് വരച്ചു നോക്കിയേ. പച്ച കളറിൽ വരച്ചിരിക്കുന്ന കർവിന്റെ സെന്റർ ഈ സൈഡിലാണ് വരിക, ഉറപ്പാണ്. ദാറ്റ് ഈസ് സെന്റർ O1.
യെസ്, യെല്ലോ കളറിൽ വരച്ചിരിക്കുന്ന കർവിന്റെ സെന്റർ ഈ സൈഡിൽ വരുന്നു, ദാറ്റ് ഈസ് O2 ആണ്. റേഡിയസ് R2 എന്ന് പറയാം, ഇവിടെ റേഡിയസ് R1 എന്ന് പറയേണ്ടി വരും. ഒന്ന് ഡെഫിനിഷൻ പറഞ്ഞേ, വാട്ട് ഡു യു മീൻ ബൈ റിവേഴ്സ് കർവ്? ദീസ് ആർ ദ കോമ്പിനേഷൻ ഓഫ് എ സിമ്പിൾ കർവ് ആണ്. സമ്മതിച്ചു. ബട്ട് ഹിയർ യെസ്, ദ സെന്റേഴ്സ് ആർ ലൈയിങ് ഓൺ ദ ഓപ്പോസിറ്റ് സൈഡ് ആണ്. O1 ഇവിടെയാണ്, O2 ഇവിടെയാണ്. സെന്റേഴ്സ് ആർ ലൈയിങ് ഓൺ ദ ഓപ്പോസിറ്റ് സൈഡ്സ് അബൌട്ട് എ കോമൺ ടാൻജന്റ്. ഈ പറയുന്ന കർവ് 1ന്റെയും കർവ് 2ന്റെയും കോമൺ ടാൻജന്റ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇത് ആ കോമൺ ടാൻജന്റിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ, അല്ലെങ്കിൽ കർവുകളുടെ സെന്ററുകൾ ഓപ്പോസിറ്റ് സൈഡിലാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. നോക്കിയേ, ഇവിടെ ഈ പറയുന്ന റേഡിയസ് ഇറ്റ് ക്യാൻ ബി ഐദർ ഈക്വൽ ആവാം, രണ്ടും സെയിം റേഡിയസ് ആവാം, ഓർ ഇതൊക്കെ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. റിവേഴ്സ് കർവിനെ സംബന്ധിച്ചിടത്തോളം താഴെ തരുന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണ് ശരി? സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇപ്പോഴത്തെ ട്രെൻഡ് ആണ്. സോ R1 നോട്ട് ഈക്വൽ ടു R2 ആവാം. ചില അവസരങ്ങളിൽ R1 ഈസ് ഈക്വൽ ടു R2 ആണ്, ചില അവസരങ്ങളിൽ R1 ഈസ് നോട്ട് ഈക്വൽ ടു R2 ആണ്. ഓക്കെ, ഇത്രയും പോയിന്റുകൾ പറഞ്ഞുകൊണ്ട് ഈ ഒരു സെഷൻ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സർവേയുടെ വീക്ക് 5നെ യെസ് 1 ഇയർ സ്റ്റഡി പ്ലാന്റെ ഭാഗമായിട്ട് വീക്ക് 5ൽ സർവേ ആണ് ഡിസ്കസ് ചെയ്തത്. ആൻഡ് ടോപ്പിക്കുകൾ ഏതൊക്കെയാ ചോദിച്ചു കഴിഞ്ഞാൽ ടാക്യോമീറ്റർ, കർവ്, ഏരിയ ആൻഡ് വോളിയം, പിന്നെ പറയാനുള്ളത് മോഡേൺ സർവേ ആണ്. ഈ ഒരു സെഷനിൽ കർവ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇതിനു മുമ്പ് നമ്മൾ ടാക്യോമീറ്റർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ അറിവിലേക്ക് 1-2 കാര്യങ്ങൾ കൂടി പറയാണ്. സൈലം ടെക്നിക്കലിന്റെ ഓൺലൈൻ ബാച്ചസ് ഫോർ സർവേയർ, ഓവർസിയർ ആൻഡ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഓൾറെഡി റണ്ണിംഗ് ആണ്. ആൻഡ് കോഴിക്കോട് മാവൂർ റോഡ് സൈലത്തിന്റെ ടെക്നിക്കൽ ക്ലാസ്സസ് ഓഫ്ലൈൻ ക്യാമ്പസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നാട്ടിൽ കിട്ടാവുന്ന മോസ്റ്റ് അഫോർഡബിൾ കോസ്റ്റിലാണ് ബെസ്റ്റ് കണ്ടന്റ് നിങ്ങളിലേക്ക് എത്തുന്നത്. ഇന്ന് തന്നെ സൈലം ടെക്നിക്കൽ ടീമുമായിട്ട് കോൺടാക്ട് ചെയ്യുക, കാര്യങ്ങൾ ചോദിച്ചറിയുക, സൈലം ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിൽ. അതുവരെ എല്ലാവർക്കും താങ്ക് യു.